ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Galaxy made of ABS material. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ഒപ്പനപ്പാട്ടുകൾ പലവിധം. അരങ്ങത്ത് നിൽക്കുന്നത് മണവാട്ടിയും തോഴികളും മാത്രം. എന്നാൽ സ്ത്രീകളുടെ കുത്തക തകർത്ത് കോയക്കുട്ടിയും സംഘവും ഒപ്പനയുമായി വേദിയിലെത്തിയപ്പോൾ മാറിമറിഞ്ഞത് സ്ത്രീകളുടെ സ്വന്തം സാമ്രാജ്യം തന്നെയാണ്. റിപ്പോർട്ട് പ്രധാന വാർത്തകൾക്ക് ശേഷം. തെരഞ്ഞെടുപ്പ് ചൂടേറുന്നു. എ.ബി. ജയരാഘവൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, സി.കെ. പത്മനാഭൻ, എൻ. ഷംസീർ എന്നിവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. തിരുവനന്തപുരം മണ്ഡലത്തിൽ യു.ഡി.എഫ് ശശി തരൂരിനെ മത്സരിപ്പിക്കരുതായിരുന്നെന്ന് സിപിഐഎം പോളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണൻ. കർശന നിയന്ത്രിത മരുന്നുകൾ പിടിച്ചെടുത്തു. പിടികൂടിയത് 8 ലക്ഷത്തിലധികം വില വരുന്ന ലൈംഗിക ഉത്തേജക മരുന്നുകൾ. വിശദമായ വാർത്തകളിലേക്ക്. തിരുവനന്തപുരം മണ്ഡലത്തിൽ യു.ഡി.എഫ് സ്ഥാനാർത്ഥി ശശി തരൂരിനെ കോൺഗ്രസ് മത്സരിപ്പിക്കരുതായിരുന്നെന്ന് സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണൻ. തരൂരിനെതിരെ വിജയകുമാർ നടത്തിയ പ്രസ്താവനയ്ക്ക് അദ്ദേഹം തന്നെ മറുപടി നൽകുമെന്നും എൽ.ഡി.എഫ് സ്ഥാനാർത്ഥികൾക്കെതിരെ കോൺഗ്രസ് നേതാക്കൾ പരാജയഭീതി കാരണം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണെന്നും കോടിയേരി പറഞ്ഞു. ഇത്തവണയും ഇടതുപക്ഷ മുന്നണി നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥികൾ ഓരോരുത്തരും വലിയ തോതിലുള്ള ജനപ്രീതി ഇതിനകം തന്നെ നേടിക്കഴിഞ്ഞിരിക്കുകയാണ്. വിജയസാധ്യത അവർക്ക് വർദ്ധിച്ച് എന്നതുകൊണ്ടാണ് ഇത് സംബന്ധിച്ചുള്ള പ്രചാരവേലകൾ യു.ഡി.എഫിന്റെ ചില നേതാക്കന്മാർ വക്രീകരിച്ചുകൊണ്ടുള്ള പ്രചരണ പരിപാടിയുമായി ഇറങ്ങിത്തിരിച്ചിട്ടുള്ളത്. ശശി തരൂര് യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാടില്ലായിരുന്നു. അദ്ദേഹം മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കേണ്ടതായിരുന്നു. വിവാദപരമായിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ അദ്ദേഹത്തെ സംബന്ധിച്ച് ഉയർന്നു വന്നിട്ടുണ്ട്. അതെല്ലാം തന്നെ തെളിയിക്കപ്പെട്ടതിന് ശേഷമായിരുന്നു അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ നോമിനേഷൻ കൊടുക്കേണ്ടത്. കോൺഗ്രസ് അദ്ദേഹത്തിന് അവിടെ നോമിനേഷൻ കൊടുക്കാൻ സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹത്തെ നിശ്ചയിക്കാൻ പാടില്ലായിരുന്നു. കോഴിക്കോട് ജില്ലാതല ബാങ്കിംഗ് അവലോകന യോഗം കോസ്മോപൊളിറ്റൻ ക്ലബിൽ നടന്നു. കാനറ ബാങ്ക് ഡെപ്യൂട്ടി ജനറൽ മാനേജർ ഡി സുരേഷ് പൈ യോഗം ഉദ്ഘാടനം ചെയ്തു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എജിഎം വി രവീന്ദ്രൻ അധ്യക്ഷനായിരുന്നു. കോഴിക്കോട് ജില്ലാതല ബാങ്കിംഗ് അവലോകന സമിതിയുടെ 31/12/2013 അവസാനിച്ച സാമ്പത്തിക വർഷത്തിന്റെ അവലോകന യോഗം കോഴിക്കോട് കോസ്മോപൊളിറ്റൻ ക്ലബിൽ വെച്ച് നടന്നു. കനറ ബാങ്ക് ഡെപ്യൂട്ടി ജനറൽ മാനേജർ ഡി സുരേഷ് പൈ യോഗം ഉദ്ഘാടനം ചെയ്തു. RBI എജിഎം വി രവീന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സംസാരിച്ചു. ഈ സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തിൽ കോഴിക്കോട് ജില്ലയിലെ ബാങ്കുകൾക്ക് മൊത്തം 7,338 കോടി രൂപ വായ്പയായി വിതരണം ചെയ്തിട്ടുണ്ട്. ഇത് വാർഷിക ലക്ഷ്യത്തിന്റെ 105%. കാർഷിക മേഖലയ്ക്ക് 2,431 കോടി രൂപയും വ്യാവസായിക ആവശ്യത്തിന് 430 കോടി രൂപയും മറ്റു മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ടവർക്ക് 1,699 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്. മുൻഗണനാ വിഭാഗത്തിൽപ്പെടാത്തവർക്ക് 2,777 കോടി രൂപയും വായ്പയായി വിതരണം ചെയ്തു. ചടങ്ങിൽ കുടുംബശ്രീ ജില്ലാ കോർഡിനേറ്റർ കെ ഫൈസൽ, ജില്ലയിലെ ബാങ്കുകളുടെ പ്രതിനിധികൾ, ജില്ലയിലെ ഡിപ്പാർട്ട്മെന്റ് പ്രതിനിധികൾ എന്നിവരും സംബന്ധിച്ചു. സ്പെഷ്യലിസ്റ്റ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നൽകുന്ന നിയന്ത്രിത ലൈംഗിക ഉത്തേജക മരുന്ന് മലപ്പുറം ചെമ്മാട് നിന്നും പിടിച്ചെടുത്തു. കർശന നിയന്ത്രണമുള്ള ഗർഭഛിദ്ര മരുന്നുകളും ലൈംഗിക ഉത്തേജക മരുന്നുകളുമാണ് പിടികൂടിയത്. മരുന്നിന് വിപണിയിൽ 8 ലക്ഷത്തിലധികം വില വരും. ചൊവ്വാഴ്ച കോഴിക്കോട് ഡ്രഗ് ഇന്റലിജൻസ് വിഭാഗത്തിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഡോക്ടർമാരുടെ കർശന നിയന്ത്രണത്തിൽ മാത്രം നൽകപ്പെടുന്ന മരുന്നുകൾ പിടിച്ചെടുത്തത്. ലിംഗോദ്ധാരണത്തിനു വേണ്ടി ഉപയോഗിക്കുന്ന ബൂം എന്ന സിൽഡനാഫിൻ സീട്രേറ്റ് ടാബ്ലറ്റ്, ഗർഭം അലസിപ്പിക്കാൻ ഉപയോഗിക്കുന്ന മെഫിപ്രിസ്റ്റോൺ, മിസ്ട്രോൾ 200 എന്നീ മരുന്നുകളാണ് പിടിച്ചെടുത്തത്. പിടിച്ചെടുത്ത മരുന്നുകൾക്ക് വിപണിയിൽ 8 ലക്ഷത്തോളം രൂപയോളം വില വരും. വിപണിയേക്കാൾ ബ്ലാക്കിലാണ് കൂടുതലായും ഈ മരുന്ന് വിൽക്കപ്പെടുന്നത്. ഗർഭം അലസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകളാണ്. കൂടാതെ ഈ മരുന്നുകൾ ലൈംഗിക ഉത്തേജനത്തിന് പുരുഷന്മാരിൽ ഉപയോഗിക്കുന്ന മരുന്നാണ്. ഈ രണ്ട് മരുന്നുകളും ഡിപ്പാർട്ട്മെന്റ് വളരെ
ശക്തമായി നിയന്ത്രിച്ച് മാത്രമേ മാർക്കറ്റിൽ ലഭ്യമാക്കുന്നുള്ളൂ. എല്ലാത്തിനും ഡ്യൂപ്ലിക്കേറ്റ് പ്രിസ്ക്രിപ്ഷൻ നിർബന്ധമാക്കുന്നുണ്ട്. അത് ഉപയോഗിച്ചാൽ അറിവില്ലാത്ത ആൾക്കാർ ഉപയോഗിച്ചാൽ ധാരാളം സൈഡ് എഫക്ട്സ് ഉള്ളതിനെ കൊണ്ടാണ് ഇത്രയും ശക്തമായിട്ട് നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഈ മരുന്നുകൾ ബില്ലില്ലാതെ കടത്തിക്കൊണ്ടുവരുന്നു വിൽക്കുന്നതും കുറ്റകരമാണ്. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ കസ്റ്റഡിയിലാണ്. സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ കുറിപ്പോടുകൂടി മാത്രം നൽകുന്ന ഇത്തരം ടാബ്ലറ്റുകൾ ഹൃദ്രോഗികളോ മറ്റ് അസുഖമുള്ളവരോ കഴിച്ചാൽ ഇത് മരണത്തിനു വരെ കാരണമായേക്കാം. കോഴിക്കോട് ഡ്രഗ് ഇന്റലിജൻസ് ഇൻസ്പെക്ടർ ഷാജി വർഗീസ്, മലപ്പുറം ഡ്രഗ് ഇൻസ്പെക്ടർ ഹരീഷ് കുമാർ, ഓഫീസർമാരായ അനസ്, നീതു കെ, ശാന്തികൃഷ്ണ തുടങ്ങിയവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. നിഖിലീശ്വർ, ന്യൂസ് ബ്യൂറോ, മലപ്പുറം. ഇനി തിരഞ്ഞെടുപ്പ് വാർത്തകളുമായി സുഷോഭ് നെല്ലിക്കോട്. ഇനി തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. കോഴിക്കോട് വടകര മണ്ഡലങ്ങളിലെ LDF സ്ഥാനാർത്ഥികളായ A വിജയരാഘവനും AM ഷംസീറും നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചു. ബുധനാഴ്ച ഉച്ചയോടുകൂടി LDF നേതാക്കൾക്കൊപ്പം എത്തിയാണ് ഇരുവരും ജില്ലാ കളക്ടർക്ക് മുൻപാകെ പത്രികകൾ സമർപ്പിച്ചത്. ബുധനാഴ്ച ഉച്ചയോടെയാണ് പ്രവർത്തകർക്കും നേതാക്കൾക്കുമൊപ്പം കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി A വിജയരാഘവനും വടകര മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി AN ഷംസീറും ജില്ലാ വരണാധികാരിയായ ജില്ലാ കളക്ടർ മുൻപാകെ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചത്. CPM പോളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണൻ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എളമരം കരീം, കോഴിക്കോട് ജില്ലാ സെക്രട്ടറി TP രാമകൃഷ്ണൻ, MV ജയരാജൻ, M ഭാസ്കരൻ, P മോഹനൻ തുടങ്ങിയവർ അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്നു. CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നാണ് ഇരുവരും നാമനിർദ്ദേശ പത്രികകളുമായി കളക്ടറേറ്റിലെത്തിയത്. വടകരയിലെ UDF സ്ഥാനാർത്ഥി മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം അല്പനേരം വൈകിയതിനാൽ ഇരുവരും കളക്ടറുടെ ചേംബറിന് പുറത്ത് കാത്തിരുന്നു. പിന്നീട് ആദ്യം കോഴിക്കോട് മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി A വിജയരാഘവൻ 3 പത്രികകൾ ജില്ലാ വരണാധികാരിക്ക് കൈമാറി. പിന്നാലെ വടകര മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി AN ഷംസീറും പത്രികകൾ സമർപ്പിച്ചു. വടകരയിൽ ഇത്തവണ വലിയ പ്രതീക്ഷയാണുള്ളതെന്നും കേരള സർക്കാരുകൾക്കെതിരായ ജനവികാരം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും ഷംസീർ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഒരുപാട് ഘടകങ്ങളുണ്ട്. ദേശീയ തലത്തിലെ 10 വർഷക്കാലത്തെ UPയുടെ ഭരണം, ജനവിരുദ്ധ ഭരണം, അതോടൊപ്പം തന്നെ UDFന്റെ 3 വർഷക്കാലത്തെ ജനവിരുദ്ധ ഭരണം, ഇതിലെല്ലാം ജനം കടുത്ത അസംതൃപ്തരാണ്. അതുപോലെ വടകര ലോക്സഭാ മണ്ഡലത്തിലാണെങ്കിൽ മണ്ഡലത്തിന്റെ വികസന മുരടിപ്പ്, ഇതിൽ ജനം കടുത്ത പ്രതിഷേധത്തിലുമാണ്. ഈ ഘടകങ്ങൾ ഒത്തുചേരുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല വിജയസാധ്യതയുള്ള മണ്ഡലമായി വടകര ലോക്സഭാ മണ്ഡലം മാറിയിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകര മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി മുല്ലപ്പള്ളി രാമചന്ദ്രൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. UDF നേതാക്കൾക്കൊപ്പം എത്തിയാണ് മുല്ലപ്പള്ളി ജില്ലാ കളക്ടർക്ക് മുൻപാകെ പത്രിക സമർപ്പിച്ചത്. ബുധനാഴ്ച രാവിലെ 10:45 വടകര ലോക്സഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയും കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയുമായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പാർട്ടി പ്രവർത്തകർക്കും നേതാക്കൾക്കുമൊപ്പം കോഴിക്കോട് കളക്ടറേറ്റിലെത്തിയത്. DCC പ്രസിഡന്റ് KC അബു, മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി MC മൈനാജി, UDF ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് P ശങ്കരൻ, സോഷ്യലിസ്റ്റ് ജനതാദൾ ജില്ലാ പ്രസിഡന്റ് മനയത്ത് ചന്ദ്രൻ തുടങ്ങിയവർ അദ്ദേഹത്തെ അനുഗമിച്ചു. DCC ഓഫീസിൽ നിന്നാണ് നേതാക്കൾക്കും പ്രവർത്തകർക്കുമൊപ്പം മുല്ലപ്പള്ളി രാമചന്ദ്രൻ കളക്ടറേറ്റിലെത്തിയത്. ഏതാനും മിനിറ്റുകൾ കളക്ടറുടെ മുറിക്ക് പുറത്തെ കാത്തിരിപ്പിന് ശേഷം നാമനിർദ്ദേശ പത്രികകളുമായി നേരെ ചേംബറിലേക്ക്. 3 സെറ്റ് പത്രികകളാണ് മുല്ലപ്പള്ളി ജില്ലാ വരണാധികാരിയായ ജില്ലാ കളക്ടർ C ലതയ്ക്ക് മുമ്പിൽ സമർപ്പിച്ചത്. അതേസമയം പത്രികയിൽ ചിഹ്നമില്ലാത്തത് കാരണം അല്പനേരത്തെ കാത്തിരിപ്പിന് ശേഷം ചിഹ്നമെത്തിച്ചാണ് മുല്ലപ്പള്ളി പത്രികകൾ സമർപ്പിച്ചത്. 2009-നേക്കാൾ മികച്ച വിജയമായിരിക്കും ഇത്തവണ വടകരയിൽ ഉണ്ടാവുകയെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. അത് ഞാൻ പലവട്ടം പറഞ്ഞു കഴിഞ്ഞാണ്. തികഞ്ഞ ശുഭാപ്തി വിശ്വാസത്തോടെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ 2009 തെരഞ്ഞെടുപ്പിനേക്കാൾ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കാനും അതിനേക്കാൾ വമ്പിച്ച ഭൂരിപക്ഷത്തോട് വിജയിക്കാനും സാധിക്കുമെന്ന പ്രത്യാശ തന്നെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്. ചരിത്രം തിരുത്തിക്കുറിച്ചുകൊണ്ട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP കോഴിക്കോട് ലോക്സഭാ മണ്ഡലങ്ങളടക്കം മികച്ച വിജയം കരസ്ഥമാക്കുമെന്ന് സ്ഥാനാർത്ഥിയായ CK പത്മനാഭൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭാരതീയ ജനതാ പാർട്ടി കോഴിക്കോട് ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി CK പത്മനാഭൻ നാമനിർദ്ദേശക പത്രിക സമർപ്പിച്ചു. ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് പാർട്ടി പ്രവർത്തകർക്കൊപ്പം എത്തി ജില്ലാ വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ C ലതയ്ക്ക് നാമനിർദ്ദേശക പത്രിക സമർപ്പിച്ചത്. BJP ജില്ലാ പ്രസിഡന്റ് P രഘുനാഥ്, BJP ദേശീയ നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള, അഹല്യ ശങ്കർ, ഗിരീഷ് തേവള്ളി, യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രകാശ് ബാബു എന്നിവരും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. കോഴിക്കോട് പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ ചരിത്രം സൃഷ്ടിക്കുന്ന ഒരു ജനവിധിയാണ് വരുന്നത്. 2 മുന്നണികളെയും പിന്തള്ളി നല്ല വിജയം നേടും. കേന്ദ്രത്തിൽ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ അപ്പുറത്തെ പാളയത്തിൽ നിന്നും ഇപ്പുറത്തേക്ക് കൂടുതൽ ആളുകൾ വരുമെന്നും CKP പറഞ്ഞു. 3 സെറ്റ് പത്രികകളാണ് അദ്ദേഹം സമർപ്പിച്ചത്. കോഴിക്കോട് പാർലമെന്റ് നിയോജക മണ്ഡലത്തിലെ ഇത്തവണ ചരിത്രം സൃഷ്ടിക്കുന്ന ഒരു ജനവിധി വരാൻ വേണ്ടി പോവുകയാണ്. 2 മുന്നണികളെയും പിന്തള്ളിക്കൊണ്ട്
ഭാരതീയ ജനതാ പാർട്ടി ഈ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ നല്ല നിലയിൽ വിജയിക്കും. 272+ എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. 272 BJPക്കും പ്ലസ് ഞങ്ങളുടെ സഖ്യകക്ഷികൾക്കും കൂടി ഭരിക്കാൻ ആവശ്യമായ വ്യക്തമായ ഭൂരിപക്ഷം. തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി അപ്പുറത്തെ പാളയത്തിൽ നിൽക്കുന്ന പല പാർട്ടികളും ഇപ്പുറത്തേക്ക് വരും. അവരുടെ ശരീരം അവിടെയും മനസ്സ് ഞങ്ങളുടെ കൂടെയുമാണ് എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് കാണുന്ന ഒരു വലിയ രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ്. ഇടവേളയ്ക്ക് ശേഷം തിരഞ്ഞെടുപ്പ് വാർത്തകൾ തുടരും. Galaxy made of ABS material. ചേച്ചി റെഡി? എങ്ങനെ നന്നായിട്ടുണ്ടോ? ജ്വല്ലറി ഒന്നും ഇടുന്നില്ലേ? ജ്വല്ലറി കൂളറി എനിക്ക് വേണ്ട. എല്ലാ ഫ്രണ്ട്സും കളിയാക്കില്ലേ. ഓൾസോ ഓൾ ദിസ് ഇസ് നോട്ട് കൂൾ എനിമോർ. കൂൾ അല്ല പോലും. നിന്നെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാട്ടോ. ചേച്ചി ഹായ്. 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 ഇപ്പൊ എന്തു പറയുന്നു നിന്റെ ഫ്രണ്ട്സ്? ഇപ്പൊ പുതിയൊരു പ്രോബ്ലം തുടങ്ങി. Mine Diamonds from Malabar Golden Diamonds. Galaxy made of ABS material. വാർത്തകൾ തുടരുന്നു. മാധ്യമങ്ങൾ തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിക്കുന്നുവോ എന്ന് പരിശോധിക്കുവാൻ കോഴിക്കോട് കളക്ടറേറ്റിൽ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. കളക്ടറേറ്റിന്റെ പ്രവേശന ഭാഗത്താണ് മീഡിയ സർട്ടിഫിക്കേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി പ്രവർത്തനം ആരംഭിച്ചത്. മാധ്യമങ്ങളിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകളും പരസ്യങ്ങളും മറ്റും നിരീക്ഷിക്കുന്നതിനാണ് മീഡിയ സർട്ടിഫിക്കേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി പ്രവർത്തിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം എല്ലാ ജില്ലകളിലും ഇത്തരത്തിലുള്ള കമ്മിറ്റി രൂപവൽക്കരിച്ചിട്ടുണ്ട്. ഇതിന്റെ കോഴിക്കോട് ജില്ലാതല ഓഫീസാണ് കോഴിക്കോട് കളക്ടറേറ്റിൽ പ്രവർത്തനം ആരംഭിച്ചത്. ഓഫീസിന്റെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ സി ലത നിർവഹിച്ചു. മാധ്യമങ്ങൾ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നുണ്ടോ, പണം സ്വീകരിച്ച് വാർത്തകൾ നൽകുന്നുണ്ടോ, പരസ്യങ്ങൾ വരുന്നുണ്ടോ, ഉണ്ടെങ്കിൽ അവയുടെ നിരക്കെത്ര തുടങ്ങിയ കാര്യങ്ങൾ കമ്മിറ്റി പരിശോധിക്കും. മാധ്യമങ്ങളിൽ സ്ഥാനാർത്ഥികൾ നൽകുന്ന പരസ്യത്തിന്റെ നിരക്ക് നിശ്ചയിച്ച് നൽകുന്നതും കമ്മിറ്റി തന്നെയാണ്. ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറായ ജില്ലാ കളക്ടർ സി ലത, നോഡൽ ഓഫീസറായ PRD ഡെപ്യൂട്ടി ഡയറക്ടർ P വിനോദ്, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ ഖാദർ പാലാഴി, പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് കമാൽ വരദൂർ എന്നിവർ അടങ്ങിയതാണ് കോഴിക്കോട് ജില്ലയിലെ മീഡിയ സർട്ടിഫിക്കേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി. തിരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനും BJPക്കും വെല്ലുവിളിയായി ഇടതുപക്ഷ ബദൽ രൂപപ്പെടുമെന്ന് CPI സംസ്ഥാന നിർവാഹക സമിതി അംഗം TV ബാലൻ. LDF ബേപ്പൂർ നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തിരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനും BJPക്കും വെല്ലുവിളിയായി ഇടതുപക്ഷ ബദൽ രൂപപ്പെടുമെന്ന് CPI സംസ്ഥാന നിർവാഹക സമിതി അംഗം TV ബാലൻ പറഞ്ഞു. കേരള സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള വിധിയെഴുത്താകും തിരഞ്ഞെടുപ്പെന്നും അദ്ദേഹം പറഞ്ഞു. LDF ബേപ്പൂർ മണ്ഡലം തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CPI മണ്ഡലം സെക്രട്ടറി പിലാക്കാട്ട് ഷൺമുഖൻ അധ്യക്ഷത വഹിച്ചു. പ്രദീപ് കുമാർ MLA, ലോക്സഭാ സ്ഥാനാർത്ഥി വിജയരാഘവൻ, പ്രകാശ് കറുത്തെടുത്ത്, P ലത്തീഫ്, C മുഹസിൻ, അഹമ്മദ് ദേവർകോവിൽ, എയർലൈൻസ് അസീസ്, വാളക്കട ബാലകൃഷ്ണൻ, ബഷീർ കുണ്ടായിത്തോട് എന്നിവർ സംബന്ധിച്ചു. പിലാക്കാട്ട് ഷൺമുഖൻ ചെയർമാനായും വാളക്കട ബാലകൃഷ്ണൻ കൺവീനറും മാനുക്കുട്ടൻ ട്രഷററുമായി തിരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപവൽക്കരിച്ചു. ഫറൂഖ് ടൌണിൽ തുറന്ന മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് മാനുക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. പ്രാദേശിക വിഷയങ്ങളിലും ദേശീയ രാഷ്ട്രീയത്തിലും ഇടതുപക്ഷത്തിന്റെ സാന്നിധ്യം ഉയർത്തിക്കാട്ടി കോഴിക്കോട്ട് വടകര പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥികൾ. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കാലിക്കറ്റ് പ്രസ് ക്ലബ് സംഘടിപ്പിച്ചു വരുന്ന ദില്ലി ചലോ എന്ന പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു വിജയരാഘവനും AM ഷംസീറും. കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥിയായ വിജയരാഘവൻ ജില്ലാ വരണാധികാരിക്ക് നാമനിർദ്ദേശ പത്രിക നൽകിയ ശേഷമാണ് കാലിക്കറ്റ് പ്രസ് ക്ലബ് സംഘടിപ്പിച്ച ദില്ലി ചലോ എന്ന പരിപാടിയിലേക്ക് എത്തിയത്. ആദ്യം മണ്ഡലത്തിന്റെ വികസന പദ്ധതികൾ പറഞ്ഞു തുടങ്ങിയ വിജയരാഘവൻ ദേശീയ രാഷ്ട്രീയത്തിലെത്തിയപ്പോൾ ഇടതുപക്ഷത്തിന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വ്യക്തമായ ഇടമുണ്ടെന്ന് ഊന്നി പറഞ്ഞു. വർഗീയത അതിശക്തമായ ഒരു കാലയളവിൽ വർഗീയതക്കെതിരായിട്ടുള്ള പൊളിറ്റിക്സിനെ രൂപപ്പെടുത്തുന്നതിന്റെ ഒരു ആസക്തകമായി എല്ലാവരെയും കൂട്ടിയൊരുപ്പിക്കാൻ ഇടതുപക്ഷത്തിന് സാധിക്കേണ്ടായി. ഇക്കണോമിക് പോളിസിയുമായി ബന്ധപ്പെടുത്തിയ വിഷയങ്ങളിൽ ജനവിരുദ്ധത വരുമ്പോൾ ആ വിഷയാധിഷ്ഠിതമായി മറ്റു രാഷ്ട്രീയ പാർട്ടികളെ ഒന്നിപ്പിക്കാൻ ഇടതുപക്ഷത്തിന് സാധിക്കേണ്ടായി.
കോൺഗ്രസ്, BJP ഇതര പാർട്ടികളായിരിക്കും 16ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഗതി നിർണ്ണയിക്കുക. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ നടപ്പിലാക്കുന്നത് മാത്രമല്ല വികസനം, മറിച്ച് പുതിയ പദ്ധതികൾക്ക് രൂപം നൽകുവാനും മണ്ഡലത്തിലെ MP-ക്ക് കഴിയണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തുടർന്ന് വടകര പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥിയായ AM ഷംസീർ സംസാരിച്ചു തുടങ്ങി. അദ്ദേഹം വടകര മണ്ഡലത്തിലെ വികസന മുരടിപ്പും മറ്റു പിന്നോക്കാവസ്ഥയും ഉയർത്തിക്കാണിച്ചു. വടകര ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ച് പറയുമ്പോൾ വികസനത്തിന്റെ മേഖലകൾ കടന്നു വരേണ്ട ഒരുപാട് ഭാഗങ്ങളുണ്ട്. അതിനെല്ലാം എന്നെക്കൊണ്ടാവും വിധമുള്ള പ്രവർത്തനങ്ങൾക്ക് ഞാൻ നേതൃത്വം കൊടുക്കും. അതിനിടെ TP ചന്ദ്രശേഖരന്റെ കൊലപാതകം ഏതുതരത്തിൽ പാർട്ടിയെ ബാധിക്കുമെന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ആദ്യം വ്യക്തമായ മറുപടി നൽകിയില്ലെങ്കിലും എന്നാൽ മാധ്യമപ്രവർത്തകർ ചോദ്യം ആവർത്തിച്ചതോടെ എല്ലാ കൊലപാതകങ്ങളും ദുഃഖകരമാണ്, എന്നാൽ മാധ്യമങ്ങൾ ചില കൊലപാതകങ്ങൾ മാത്രം ഉയർത്തിക്കാട്ടുകയാണെന്ന് അദ്ദേഹം പ്രതികരിച്ചു. ഈ തെരഞ്ഞെടുപ്പിൽ പ്രാദേശിക വിഷയങ്ങളെക്കാളും ദേശീയ വിഷയങ്ങളാകും ചർച്ചയാകുക. വടകരയിലെ LDFന്റെ വിജയത്തിന് ഇപ്പോൾ അനുകൂല സാഹചര്യമാണുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സർവ്വമതങ്ങളെയും ഉൾക്കൊള്ളുന്ന ഇന്ത്യക്ക് പ്രത്യേക മതമില്ലെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി MC മായിൻ ഹാജി UDF ബേപ്പൂർ മണ്ഡലം തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സർവ്വമതങ്ങളെയും ഉൾക്കൊള്ളുന്ന ഇന്ത്യക്ക് പ്രത്യേക മതമില്ലെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി MC മായിൻ ഹാജി പറഞ്ഞു. രാജ്യത്ത് മതേതരത്വം നിലനിർത്താനുള്ള പോരാട്ടമാണ് ഈ തിരഞ്ഞെടുപ്പെന്നും മതേതരത്വത്തിൽ ഊന്നിയ സമ്പൽ സമൃദ്ധമായ രാജ്യമാണ് UPA വാഗ്ദാനം ചെയ്യുന്നതെന്നും UDF ബേപ്പൂർ മണ്ഡലം തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. ചെയർമാൻ U പോക്കർ അധ്യക്ഷത വഹിച്ചു. മന്ത്രി K ബാബു മുഖ്യാതിഥിയായിരുന്നു. സ്ഥാനാർത്ഥി MK രാഘവൻ, KPCC ജനറൽ സെക്രട്ടറി N സുബ്രഹ്മണ്യൻ, ലീഗ് ജില്ലാ പ്രസിഡന്റ് ഉമ്മർ പാണ്ടികശാല, DCC പ്രസിഡന്റ് KC അബു, ആദം മുൽസി, CMP ജില്ലാ സെക്രട്ടറി CN വിജയകൃഷ്ണൻ, സലീം മടവൂർ, NC അബ്ദുൾ റസാഖ്, M റഫീഖ് അഹമ്മദ്, B മുഹമ്മദ് ഹസൻ, PK ഗഫൂർ, KK ആലിക്കുട്ടി, B അബ്ദുൽ അലി, CM അജയൻ, സഹീബ് നല്ലളം എന്നിവർ സംബന്ധിച്ചു. കോഴിക്കോട് പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി MK രാഘവൻ ബേപ്പൂർ ഫിഷിംഗ് ഹാർബറിൽ പര്യടനം നടത്തി. ഹാർബറിലെ മത്സ്യത്തൊഴിലാളികൾ ആവേശത്തോടുകൂടിയാണ് സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചത്. MK രാഘവനൊപ്പം UDF നേതാക്കളും ഉണ്ടായിരുന്നു. ബേപ്പൂർ ഫിഷിംഗ് ഹാർബർ സജീവമാവുന്ന അതിരാവിലെ തന്നെയാണ് കോഴിക്കോട് പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി MK രാഘവൻ MP വോട്ട് അഭ്യർത്ഥനയുമായി എത്തിയത്. ഹാർബറിൽ എത്തിയതോടെ തൊഴിലാളികൾ ആവേശത്തോടെയാണ് സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചത്. UDF നേതാക്കളായ MI മുഹമ്മദ് ഹാജി, TK ഗഫൂർ, രമേശ് നമ്പിയത്ത്, റഫീഖ് അഹമ്മദ്, ബഷീർ അഹമ്മദ്, വേണുഗോപാൽ, മുക്കത്ത് ശശി എന്നിവരും MPയോടൊപ്പം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം പാളയം മാർക്കറ്റ്, പ്രൊവിഡൻസ് കോളേജ്, വെസ്റ്റ് ഹിൽ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ്, മലബാർ ക്രിസ്ത്യൻ കോളേജ്, MES വനിതാ കോളേജ്, മർസൂഖ് വനിതാ കോളേജ്, മീഞ്ചന്ത് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, ഫാറൂഖ് കോളേജ്, ഗുരുവായൂരപ്പൻ കോളേജ് എന്നിവിടങ്ങളിൽ MPയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം പര്യടനം നടത്തിയിരുന്നു. ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകളുമായി ജിൻഷ ചേരുന്നു. Galaxy made of ABS material. ജനലക്ഷങ്ങൾ ഏറ്റുവാങ്ങിയ കളഭച്ചാർത്ത് സ്ത്രീകൾക്കായി ഒരുക്കുന്നു ഒരു സുവർണാവസരം. കളഭച്ചാർത്തിൽ പങ്കാളികളായിക്കൊണ്ട് പ്രതിമാസം 12,000 രൂപ വരെ വരുമാനം. വിശദ വിവരങ്ങൾക്ക് വിളിക്കുക 04912576 ഓരോ വീട്ടിലും ഇനി കളഭച്ചാർത്തിന്റെ പവിത്രത നിറയട്ടെ. Galaxy made of ABS material. വാർത്തകൾ തുടരുന്നു. വിശ്വാസ്യതയും സത്യസന്ധതയുമാണ് അഡ്വക്കേറ്റ് M രത്നസിംഗിന്റെ അഭിഭാഷക വൃത്തിയിലെ വിജയത്തിന് ആധാരമെന്നും അഭിഭാഷകർക്കിടയിലെ ഭീഷ്മാചാര്യനാണ് അദ്ദേഹമെന്നും മഹാരാഷ്ട്ര ഗവർണർ K ശങ്കരനാരായണൻ. അഡ്വക്കേറ്റ് M രത്നസിംഗിന്റെ ആത്മകഥയായ എപ്പിലോഗ് പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സത്യസന്ധതയും വിശ്വാസ്യതയും മറ്റെല്ലാ രംഗത്തും എന്ന പോലെ അഭിഭാഷക വൃത്തിയിലും വളരെ പ്രധാനമാണ്. നീതിപൂർവം കാര്യങ്ങൾ പഠിച്ച് ന്യായാധിപന് മുന്നിൽ അവതരിപ്പിക്കാത്തയാൾ നല്ല വക്കീലാവില്ല എന്ന് K ശങ്കരനാരായണൻ പറഞ്ഞു. ആന്റണി മന്ത്രിസഭയിൽ താൻ അംഗമായിരിക്കെ അഡ്വക്കേറ്റ് ജനറലായിരുന്ന അഡ്വക്കേറ്റ് രത്നസിംഗ് ശരിയുടെ ഭാഗത്ത് എന്നും ഉറച്ചുനിന്ന വ്യക്തിയാണെന്നും ശങ്കരനാരായണൻ പറഞ്ഞു.
നമ്മളുടെ ജനാധിപത്യ സമ്പ്രദായത്തിൽ നല്ല അഡ്വക്കേറ്റ്സ് നീതിപൂർവകമായി പഠിച്ച് കാര്യങ്ങൾ ജഡ്ജിമാരുടെ മുമ്പിൽ പറയാൻ കഴിവുള്ളവരുടെ എണ്ണം വിരളമായി വരുന്നു എന്നുള്ളതാണ് ഇന്നത്തെ സത്യം. എം കെ രാഘവൻ MP പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി. കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ എം അബ്ദുൽ സലാം അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു പുസ്തകം പരിചയപ്പെടുത്തി. അഡ്വക്കേറ്റ് P ബാലഗോപാലൻ നായർ ഹാരാർപ്പണം നടത്തി. PV ചന്ദ്രൻ പൊന്നാട അണിയിച്ചു. ജീവിത പോരാട്ടത്തിൽ ഒളിച്ചോടാതെ ധൈര്യത്തോടെ പോരാടിയതാണ് തന്റെ വിജയമെന്ന് അഡ്വക്കേറ്റ് രത്നസിംഗ് മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു. അഡ്വക്കേറ്റ് ജനറൽ KP ദണ്ഡപാണി, കാലിക്കറ്റ് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KP അശോക് കുമാർ, അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള, അഡ്വക്കേറ്റ് ശ്രീനാഥ് ഗിരീഷ് എന്നിവർ സംസാരിച്ചു. ജസ്റ്റിസ് VR കൃഷ്ണയ്യരുടെ സന്ദേശം ജാനകി ഷഹീർ വായിച്ചു. മുൻ മേയറും രത്നസിംഗിന്റെ ജൂനിയർ അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് UT രാജൻ സ്വാഗതവും അഡ്വക്കേറ്റ് PK പ്രേംകുമാർ നന്ദിയും പറഞ്ഞു. മലബാറിലെ മുസ്ലിം വീടുകളിൽ അരങ്ങേറിയിരുന്ന ഒപ്പന ഇപ്പോൾ ആധുനികവൽക്കരണത്തിന്റെ പാതയിലാണ്. മോഡേൺ ഒപ്പനയുടെ സാംസ്കാരിക വശങ്ങളെക്കുറിച്ച് ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും ആണുങ്ങൾ അവതരിപ്പിക്കുന്ന ഒപ്പനകൾ അവതരണ വൈവിധ്യം കൊണ്ട് ശ്രദ്ധേയമാവുകയാണ്. മൈലാഞ്ചി കല്യാണവും കൈവളത്താളവും മണവാട്ടിയും ഒന്നുമില്ലാതെ കഴിഞ്ഞ ദിവസം ഒരൊപ്പന അരങ്ങേറി. മണവാളൻ കോയക്കുട്ടിയും ഹാജിയാരും സംഘാംഗങ്ങളും കയ്യടി നേടി. കയ്യിൽ മൈലാഞ്ചി അണിഞ്ഞ് കുപ്പിവളക്കിലക്കി തട്ടവുമിട്ട മധുരമൂർന്ന ശീലുകൾ ആലപിച്ച മണവാട്ടിയെ മധ്യത്തിലിരുത്തി അവതരിപ്പിച്ചിരുന്ന മലബാറിന്റെ തനത് നൃത്ത ദൃശ്യാവിഷ്കാരമായിരുന്നു ഒപ്പന. മുസ്ലിം വിവാഹ വീടുകളിൽ പണ്ട് അരങ്ങേറിയിരുന്ന തനത് ദൃശ്യാവിഷ്കാരം. എന്നാൽ ആധുനിക കാലത്ത് എല്ലാം മാറ്റത്തിന് വിധേയമാവുകയാണ്. ആവർത്തനത്തിന്റെ വിരസതയുള്ള ഒപ്പനപ്പാട്ടുകളിലും പ്രകടമാണ് ഈ മാറ്റം. ഏറ്റവും വലുത് ഇപ്പോൾ ആണുങ്ങൾ ഒപ്പന അവതരിപ്പിക്കുന്നു എന്ന വിശേഷമാണ്. കഴിഞ്ഞ ദിവസം ഇരുവള്ളൂർ GP സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥികൾ ഒരു ഒപ്പന അവതരിപ്പിച്ചു. പെണ്ണുങ്ങൾ മാത്രം ഒപ്പന അവതരിപ്പിക്കുന്നവർക്കിടയിലേക്കാണ് ആണുങ്ങളുടെ ഒപ്പന ഹാസ്യാത്മക രീതിയിൽ അവതരിപ്പിക്കപ്പെട്ടത്. മണവാളനെ പറ്റിയ അബദ്ധങ്ങളും മണ്ടത്തരങ്ങളും വിഷയമാക്കിയ ഒപ്പന കാണികളെ ഒട്ടൊന്നുമല്ല രസിപ്പിച്ചിട്ടുള്ളത്. മണവാളൻ കോയക്കുട്ടിയും ഹാജിയാരും ഒപ്പന സംഘവും കൗതുകത്തിന്റെ ആവിഷ്കാരം നടത്തിയാണ് സദസ്സിന്റെ കയ്യടി നേടിയത്. സ്കൂൾ വാർഷികത്തിന്റെ ഭാഗമായി പൂർവ്വ വിദ്യാർത്ഥികളാണ് ഈ വൈവിധ്യമാർന്ന ഒപ്പന അരങ്ങിലെത്തിച്ചത്. ഒപ്പനപ്പാട്ടിനിടയിൽ സംഭാഷണ ശകലങ്ങളും ഉൾപ്പെടുത്തി. 10ഓളം പേരാണ് ഈ ഒപ്പന വേദിയിൽ അവതരിപ്പിച്ചത്. പാട്ടും തബലയും ഹാർമോണിയവുമൊക്കെയായി 5ഓളം പേർ പിന്നണിയിലും പ്രവർത്തിച്ചു. മലബാറിന്റെ സാംസ്കാരിക പൈതൃകത്തിൽ പ്രധാനിയാണ് ഒപ്പനയെന്ന നൃത്താവിഷ്കാരം. ഒപ്പനപ്പാട്ടിന്റെ ശീലുകൾ മൂളാത്ത മലയാളിയും മറുനാടനും ഉണ്ടാവില്ല. അവർക്കിടയിലേക്കാണ് ഹാസ്യാത്മക ഒപ്പന വിരുന്നെത്തിയത്. വൈവിധ്യവും തമാശയും എന്നും സ്വീകരിച്ചിരുന്ന കലാ ആസ്വാദകർ ഈ ഒപ്പനക്കൂട്ടത്തെയും കൈവിടിഞ്ഞില്ല. പുലർച്ചെ 3 മണിക്ക് അവതരിപ്പിച്ച ഒപ്പന കാണാൻ 100 കണക്കിന് കാണികളാണ് വേദിക്ക് മുൻപിൽ എത്തിയത്. കൊയിലാണ്ടി മുനിസിപ്പാലിറ്റിയിൽ സമാന്തര സർവീസ് നടത്തുന്ന ഓട്ടോറിക്ഷകൾക്കെതിരെ കൊയിലാണ്ടി ഓട്ടോ സെക്ഷൻ CITU തൊഴിലാളികൾ രംഗത്ത്. പ്രശ്നത്തിന് പരിഹാരം കാണാൻ അധികാരികൾ തയ്യാറായില്ലെങ്കിൽ പ്രക്ഷോഭ പരിപാടികൾക്ക് ആഹ്വാനം ചെയ്യാനും തൊഴിലാളികൾ തീരുമാനിച്ചിരിക്കുകയാണ്. ഓട്ടോറിക്ഷകളുടെ പാരൽ സർവീസിനെതിരെ നടപടിയെടുക്കുക, പെർമിറ്റില്ലാതെ പാർക്ക് ചെയ്ത് സർവീസ് നടത്തുന്ന ഓട്ടോറിക്ഷകൾക്കെതിരെ നടപടിയെടുക്കുക, ഓട്ടോറിക്ഷകളുടെ പാരൽ സർവീസിനെതിരെയും പെർമിറ്റില്ലാതെ പാർക്ക് ചെയ്ത് സർവീസ് നടത്തുന്ന ഓട്ടോറിക്ഷകൾക്കെതിരെയും നടപടിയെടുക്കുക, കൊയിലാണ്ടിയിലെ ഓട്ടോറിക്ഷകളുടെ പുതിയ രജിസ്ട്രേഷൻ നിർത്തിവെക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കൊയിലാണ്ടി ഓട്ടോ സെക്ഷൻ CITUവിന്റെ നേതൃത്വത്തിൽ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് തൊഴിലാളികൾ പറഞ്ഞു. കൊയിലാണ്ടി മുനിസിപ്പാലിറ്റിയിൽ KM പെർമിറ്റ് അനുവദിച്ച 500 ഓട്ടോറിക്ഷകൾക്ക് പുറമെ അനധികൃതമായി അടുത്ത പഞ്ചായത്തുകളിൽ നിന്നെത്തുന്ന ഓട്ടോറിക്ഷകൾ ടൗണിൽ ഓടുന്നതുകൊണ്ട് തൊഴിലാളികൾ കടുത്ത പ്രയാസം അനുഭവിക്കുന്നുണ്ട്. ഇതിന് പാർക്കിംഗ് നിയന്ത്രണമോ സർവീസ് നിയന്ത്രണമോ ബന്ധപ്പെട്ട അധികാരികൾ സ്വീകരിക്കുന്നില്ലെന്നും തൊഴിലാളികൾ പറഞ്ഞു. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com
സംസ്ഥാനത്തെ മുഴുവൻ സ്പെഷ്യൽ സ്കൂളുകൾക്കും അംഗീകാരം നൽകുക, സ്പെഷ്യൽ സ്കൂൾ അധ്യാപകർക്കും മറ്റു ജീവനക്കാർക്കും സർക്കാർ മേഖലയിലെ അധ്യാപകർക്ക് നൽകിവരുന്ന വേതനവും മറ്റ് ആനുകൂല്യങ്ങളും നൽകുക, ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ഡോക്ടർ ജയരാജ് കമ്മീഷന്റെ റിപ്പോർട്ട് പൂർണ്ണമായി നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സ്പെഷ്യൽ സ്കൂൾ എംപ്ലോയീസ് യൂണിയന്റെ പ്രഥമ സംസ്ഥാന സമ്മേളനം കോഴിക്കോട്ട് നടക്കുന്നത്. മാർച്ച് 21-22 തീയതികളിലായി മെഡിക്കൽ കോളേജ് ദേവഗിരിയിൽ രാജമ്മ ടീച്ചർ നഗരിയിൽ നടക്കുന്ന സമ്മേളനത്തിൽ നേതൃത്വ പരിശീലന ക്യാമ്പ്, പ്രതിനിധി സമ്മേളനം, പൊതുസമ്മേളനം, മേഖലയിലെ ആദ്യകാല പ്രവർത്തകരെ ആദരിക്കൽ എന്നിവയും നടക്കും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തെരഞ്ഞെടുപ്പ് ചൂടേറുന്നു. എ വിജയരാഘവൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, CK പത്മനാഭൻ, AN ഷംസീർ എന്നിവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. തിരുവനന്തപുരം മണ്ഡലത്തിൽ UDF ശശി തരൂരിനെ മത്സരിപ്പിക്കരുതായിരുന്നെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണൻ. കർശന നിയന്ത്രിത മരുന്നുകൾ പിടിച്ചെടുത്തു. പിടികൂടിയത് 8 ലക്ഷത്തിലധികം വില വരുന്ന ലൈംഗിക ഉത്തേജക മരുന്നുകൾ. വാർത്തകളുടെ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Galaxy made of ABS material.